ശ്യാം, എന്താടാ വിളിച്ചാ വന്നൂടെ? അതിന് ഞാൻ നിന്റെ ചെലവിലല്ലോ ജീവിക്കുന്നത്. വെറുതെ വെറും നൈറ്റിൽ ചൂടാവാതെ. എടാ മോനെ ശ്യാമസുന്ദരോ, സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ആ ശപ്പൻ സുരേഷിനെ വെറുതെ വിടുമോ? അവന്റെ കൈക്ക് നല്ല കരുത്താ. കൈക്ക് കരുത്തുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുല്ലിനെ എനിക്ക് പേടിയില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടലാലേ, സംഗതി ലെവല് വിട്ടിരിക്കുക. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മേ, ഇന്ന് ചേട്ടൻ കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓരോ വഴക്കുണ്ടാക്കി. നീ പൊടിയോട്. എന്തുണ്ടായി മോനെ? അമ്മേ, മനുഷ്യന്മാർക്ക് മര്യാദ അറിഞ്ഞൂടാ. അവരതൊന്ന് ഓർമ്മിപ്പിച്ചു, അത്രേ ഉള്ളൂ. എത്ര ഓർമ്മിപ്പിച്ചാലും ചിലർക്ക് അതൊന്നും ഓർമ്മ വരില്ല മോനെ. അവിടെ ഒഴിഞ്ഞു മാറുകയാ നല്ലത്. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിലിരിക്കേണ്ടി വരും. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യുമ്പോഴും അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ചെയ്യണം. എങ്കിലേ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും. ആ, വന്ന് വല്ലതും കഴിക്കേ. വരൂ വരൂ. ശരി, വാടാ മോനെ. നീ എന്താ വിളിച്ച? വാടാന്ന്. നീ ആരാണ്, ചേച്ചിയോ ചേട്ടനോ? ചേച്ചി. വാ. അയ്യോ അമ്മേ. Madam, this way please. ഉത്തരവ് പോലെ ഇതാ ഏകാന്തമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കും. ഇനി എന്താ വേണ്ടതെന്ന് ആജ്ഞാപിച്ചാൽ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് പോരാൻ നേരത്തെ കരാറ്. ഈ ഉള്ളവൻ വാക്ക് മാറാറില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിലേ ആ മരത്തിന്റെ കീഴെ ഒരല്പനേരം തലകുത്തി നിൽക്കണം. അതിനെന്താ? വേണ്ട ശ്യാം, വേണ്ട വേണ്ട. നീ ആവശ്യപ്പെട്ടതല്ലേ വേണം. ഞാൻ തമാശ പറഞ്ഞതല്ലേ. തമാശയായാലും കാര്യമായാലും ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ്. ദൈവം വന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൊടുത്ത വാക്ക് മാറാറില്ല. ഞാനാണ് പറയുന്നത്. നോ, വേണ്ട പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, എനിക്കിപ്പോ ദൈവത്തെക്കാൾ വലുത് നീയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും? കുറച്ചു കാലമൊക്കെ അനുസരിക്കും. കുറച്ചു കാലമോ? അതെ, എന്റെ താലി നിന്റെ കഴുത്ത് വീഴുന്നത് വരെ. അതിനുശേഷം പലിശ സഹിതം തിരിച്ചു തരും. പിന്നെ പിന്നെ അതിന് വേറെ പെണ്ണിനെ നോക്കിക്കോ. ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിന്നെ. നിന്നെ മാത്രം നോക്കി ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തിനാണ് ശ്യാം എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത്? വീണ്ടും പുനർജനിക്കുക. അടുത്ത ജന്മത്തിലും നമ്മളിങ്ങനെ അടുപ്പമാകാം. ഇനിയും സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്വപ്നം. ഞാൻ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും എഴുതി. എന്തെന്ന്? സിംഗപ്പൂരിലുള്ള അച്ഛനും അമ്മയും വായിച്ചറിയുവാൻ എഴുതുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പ്രിയപുത്രൻ ശ്യാം ഒരു പെണ്ണ് മൂലം അപകടകരമായ നിലയിലാണ്. അപകടമോ? അതെ, അപകടം പെണ്ണിനല്ല, പെണ്ണിന്റെ ചേട്ടൻ ഒരു മുരടനാണ്. അവന്റെ കയ്യിൽപ്പെട്ട് പ്രിയപുത്രന്റെ എല്ലുകൾ കേടാവും മുൻപ് വേണ്ടത് ചെയ്യുക. എന്റെ ചേട്ടൻ നല്ലവനാ. അല്പം പേടിക്കണമെന്ന് മാത്രം. സുരേഷ് ഇന്ന് സ്പോർട്സിന് പോയില്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചാലും നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുമോ? എത്ര നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു? നീ ഒന്ന് കനിയാൻ.
വേണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കും. ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ. ആരാ മോളെ? ആരെയും കാണുന്നില്ലമ്മേ. കള്ള നീയാണോ? അമ്മേ, ഇത് കണ്ടോ? എനിക്കറിയാം മോനെ. വാ. ആദ്യം ഞാനിത് അമ്മയെ കാണിക്കണമെന്ന് കരുതുക. ബെല്ലടിച്ചപ്പോ കഥ തുറന്നതോ ഈ കഴുത. 4 ഐറ്റങ്ങളിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. ഈ ആഴ്ചയിലെ എല്ലാ പത്രങ്ങളിലും അമ്മയുടെ മകന്റെ പടമായിരിക്കും. അമ്മ ഇവൾക്ക് എന്ത് പറ്റി? എന്താ മോളെ? എടി, നീ ഇത് കണ്ടോ? എനിക്ക് കാണണ്ട, ഞാൻ കഴുതയല്ലേ. ഓ, അതോ. നിനക്ക് കാണാനില്ലെങ്കിൽ ഞാൻ എന്തിനാ പാടുപെട്ട് ചാമ്പ്യൻഷിപ്പ് നേടിയത്? വേണ്ട. അമ്മേ, ഇപ്പൊ ഇവളെ കണ്ടാൽ മിസ് വേൾഡ് പോലുണ്ട് അല്ലേ അമ്മേ? ഞാൻ ലോകസുന്ദരിയൊന്നും അല്ല. ലോകത്തിൽ ആരെങ്കിലും ഒരാളുടെ സുന്ദരിയായാൽ മതി എന്നായിരിക്കും. പേടിക്കണ്ട, അമ്മയും ചേട്ടനും ചേർന്ന് എത്രയും വേഗം ശരിയാക്കി തരാം. എന്താ അമ്മേ? ബാഗിൽ അവിടുന്ന് വാങ്ങിയ സാരിയുണ്ട്, കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ട്. ഒന്നും വേണ്ടേ? വേണ്ട. ചേട്ടനൊരു തമാശ പറഞ്ഞല്ലേ മോളെ, അതിനിങ്ങനെ പിണങ്ങിയാലോ? നീയല്ല, ഞാനാ കഴുത. അല്ലല്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴുതയാ. എന്താ പോരെ? മതി. ആ, അപ്പൊ മിസ് കഴുത ഇതെല്ലാം ഒന്ന് എടുത്തോണ്ട് വെക്ക്. ദൈവമേ, ഇവളെ കെട്ടാൻ പോകുന്നതിന്റെ ഒരു പാട്. ഏത് സ്വപ്നയാടാ ഇത്? നിന്റെ പുന്നാര പെങ്ങള് തന്നെ. പെങ്ങളെ അവന്റെ കൂടെ കുഴഞ്ഞാടാൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ ചിലതെല്ലാം ഉണ്ടാകുന്നു. ആദ്യം സംഭവം നേരാണോ എന്ന് അളിയൻ അന്വേഷിക്കണം. നേരാണെങ്കിൽ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ചേട്ടാ, ഈ ലക്കം സ്പോർട്സ് ഹെറാൾഡിൽ ചേട്ടന്റെ ഫോട്ടോ ഉണ്ട്. എന്താടാ? എന്തുണ്ടായിന്ന്? അമ്മ ഇവളെ കോളേജിലേക്ക് പഠിക്കാനോ അത് പ്രേമിക്കാനോ? നീ കാര്യം എന്താണെന്ന് പറ. ഇവൾ ശ്യാമെന്നൊരുത്തരുമായി പ്രേമമാണെന്ന് കോളേജിൽ പാട്ടായിരിക്കുന്നു. നേരാണോടി? ശ്യാമിനെ നീ അറിയോ? അവനെ ഞാൻ കണ്ടിട്ടുണ്ട്.
കോളേജിലെ വിവരം കിട്ട പിള്ളേർ വല്ലതും പറയുന്നെന്ന് വെച്ച് നീ എന്തിനാ ഇവളെ വഴക്ക് പറയുന്നത്? വഴക്ക് പറയല്ലാതെ പിന്നെ ഞാൻ അഭിനന്ദിക്കണം. അഭിനന്ദിക്കേണ്ട കാര്യമാണെങ്കിൽ വേണം. മോളെ, ശ്യാമിനെ നിനക്ക് ഇഷ്ടമാണല്ലേ? നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതാദ്യം അറിയേണ്ടത് നിന്റെ ചേട്ടനാണ്. സ്നേഹിക്കുന്നത് തെറ്റല്ല മോളെ, അത് മറച്ചു വെക്കുന്നതാ തെറ്റ്. പറ, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. അതെ, ശ്യാമിന് നിന്നെ ഇഷ്ടമാണല്ലേ? ശ്യാമിനോട് എനിക്കൊന്ന് സംസാരിക്കണം. നിനക്ക് അവന്റെ ഫോൺ നമ്പർ അറിയാമോ? അവൾക്ക് പിന്നെ അറിയാതിരിക്കുമോ? പറഞ്ഞു കൊടുക്കണി. 7677. ഹലോ, മിസ് ശ്യാമാണോ? യെസ്, ശ്യാം ഹിയർ. ഞാൻ സ്വപ്നയുടെ അമ്മയാണ്. അമ്മയോ? ശ്യാമിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞു. എനിക്ക് കുട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ ഫ്രീ ആണോ? അതെ അതെ, ഫ്രീ ആണ്. എങ്കിൽ ഇവിടെ വരെ ഒന്ന് വരും. ആ, ശ്യാം ഇപ്പൊ വരും. മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ എന്റെ പേര് ശ്യാം. അറിയാം. വരൂ. സ്വപ്നയുടെ അമ്മയാണ് ഞാൻ. അറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? സ്വപ്നയുടെയും സുരേഷിന്റെയും കൂടെ അമ്മ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ? നിന്നെ കുറിച്ച് എല്ലാം അമ്മയ്ക്കറിയാം. ആട്ടെ, എന്നെ പല കുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നേ? അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് ആകാമെന്ന് കരുതി. അതെന്താ? സ്വപ്നയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരാണല്ലേ? അതെ, ഞാനും അവിടെയായിരുന്നു. ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം. എനിക്കും അതാണ് ഇഷ്ടം. അതാണ് ഞാൻ മാത്രം ഇവിടെ. പഠിക്കാൻ വന്നിട്ട് അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ? മമ്മി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് സ്വപ്നയെ വേണം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ വാണ്ട് ഹെർ. ഐ ലവ് ഹെർ. പ്ലീസ്. സുരേഷ്, എന്താ അമ്മേ? മിസ്റ്റർ ശ്യാം നമ്മുടെ സ്വപ്നയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് ശ്യാമിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഞാൻ വരട്ടെ. മോനിരിക്കെ, അമ്മ കാപ്പി കൊണ്ടുവരാം. എന്താടാ, ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കിയല്ലേ? അതെ അളിയ. എന്താ വിളിച്ച? അളിയൻ. അമ്മേ.